എല്ലാവർക്കും നമസ്കാരം. മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 17 വർഷങ്ങളുടെ കാത്തിരിപ്പ് അങ്ങനെ കരീബിയൻ മണ്ണിൽ തകർത്തിരിക്കുകയാണ് ടീം ഇന്ത്യ. 17 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും കുട്ടി ക്രിക്കറ്റിൻ്റെ വിശ്വകിരീടം കയ്യിലേന്തിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ നായകൻ. 2007 പ്രഥമ T20 വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം 2024 T20 വേൾഡ് കപ്പിൽ ഇന്ത്യ അങ്ങനെ ജേതാക്കളായിരിക്കുകയാണ്. കലാശ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയെ 7 റൺസിന് തകർത്താണ് ടീം ഇന്ത്യ കപ്പുയർത്തിയിട്ടുള്ളത്. പലതവണ പരാജയം മുന്നിൽ കണ്ട ശേഷമായിരുന്നു വിരോചിതമായി പോരാടി ഇന്ത്യൻ താരങ്ങൾ വിജയം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 169 റൺസ് എടുക്കാനേ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചുള്ളൂ. 7 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലി 59 പന്തിൽ 76, അക്സർ പട്ടേൽ 47, ശിവം ഡൂബെ 27 റൺസ് നേടിയിട്ടുണ്ട്. SIക്ക് വേണ്ടി കേശവ് മഹാരാജ്, ആൻഡ്രിച്ച് നോർക്ക എന്നിവർ 2 വിക്കറ്റും കഗിയൂസോ റബാഡ 1 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിംഗിൽ നേരത്തെ പറഞ്ഞ പോലെ പലതവണ പരാജയം ഇന്ത്യ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ 2 വിക്കറ്റുകൾ നേടാൻ സാധിച്ചെങ്കിലും ക്വിൻ്റൺ ഡിക്കോക്കും ഹൈൻറിച്ച് ക്ലാസിനും ഡേവിഡ് മില്ലറുമൊക്കെ തകർത്തടിച്ചപ്പോൾ പലതവണ ഇന്ത്യൻ ടീം പരാജയം മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന ഓവറുകളിൽ ഇന്ത്യൻ ടീമിൻ്റെ എസ്പെഷ്യലി ഡെത്ത് ഓവറുകളിൽ ഇന്ത്യൻ ബൗളേഴ്സ് കാഴ്ചവെച്ച മിന്നൽ പ്രകടനം തന്നെയാണ് സൗത്ത് ആഫ്രിക്കയെ കപ്പിൽ നിന്നും അകറ്റി നിർത്തിയത്. SIക്ക് വേണ്ടി ഹൈൻറിച്ച് ക്ലാസൻ 27 പന്തിൽ 52, ക്വിൻ്റൺ ഡിക്കോക്ക് 39, ട്രിസ്റ്റൻ സ്റ്റബ്സ് 31, ഡേവിഡ് മില്ലർ 21 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചത് എസ്പെഷ്യലി ഇന്ത്യൻ ബൗളേഴ്സ് തന്നെയാണ്. ഡെത്ത് ഓവറുകളിൽ ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ മികച്ച പ്രകടനം ഇന്നലെ ഒരിക്കൽ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു ബാർബഡോസിൽ. അവസാന 5 ഓവറുകളിൽ വെറും 30 റൺസ് മാത്രം വേണ്ടിയിരിക്കെ 5 വിക്കറ്റും കയ്യിലിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക തകർന്നടിഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ മികച്ച ഫോം ഇന്നലെ കലാശ പോരാട്ടത്തിൽ കൂടി തെളിയിച്ചിട്ടുണ്ടായിരുന്നു. 3 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവർ 2 വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. സോ അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ സംഘം. രാഹുൽ ദ്രാവിഡ് എന്ന പരിശീലകൻ്റെ കീഴിൽ അവസാന മത്സരത്തിൽ വിശ്വകപ്പും ഉയർത്തിയാണ് ഇന്ത്യൻ സംഘം ഇനി ബാർബഡോസിൽ നിന്നും വണ്ടി തിരിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മിക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.